ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എത്രയും വാത്സല്യമുള്ള വിശ്വാസ സമൂഹമേ, ഇന്ന് 50 നോമ്പിന്റെ 3ാമത്തെ വ്യാഴാഴ്ച സന്ധ്യയ്ക്ക് വായിച്ചു കേട്ട വേദഭാഗം ശുദ്ധമുള്ള ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിന്റെ 13ാം അധ്യായം 18 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ്. അതിൽ ഒരു വാചകം ഞാൻ വായിക്കാം. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വടക്ക് നിന്നും തെക്ക് നിന്നും അനേകർ ദൈവരാജ്യത്തിൽ പന്തിയിരിക്കും. അപ്പോൾ മുമ്പന്മാരാകുന്ന പിമ്പന്മാരും പിമ്പന്മാരാകുന്ന മുമ്പന്മാരും ഉണ്ടായിരിക്കും. ഇവിടെ ദൈവരാജ്യത്തെ കുറിച്ച് കർത്താവ് ഉപമ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഒന്ന് കടുകുമണിയുടെ ഉപമയാണ്. കടുകുമണി ഏറ്റവും ചെറുതാണെങ്കിലും ഇത് വലിയ വൃക്ഷമായി തീരുന്നു, അതിൽ കിളികൾ കൂടുകൂട്ടുന്നു എന്ന് പറയുന്നു. അതിലൂടെ ഒരു ചെറിയ വിശ്വാസമാണെങ്കിലും അത് ഉറച്ചതായിരുന്നാൽ നമ്മിലത് വളരുമെന്നും അത് ഈ ലോകത്തിന് ഒരു സാക്ഷ്യമായി തീരുമെന്നും ഇവിടെ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. 2, ദൈവരാജ്യം ഒരു സ്ത്രീ 3 അളവ് മാവിൽ പുളിപ്പ് സൂക്ഷിച്ചു വെച്ചതുപോലെ ഇരിക്കും. പുളിപ്പിട്ട് 3 പറ മാവിൽ പുളിപ്പിട്ട് വെച്ചാൽ അത് 3 പറയെ മുഴുവൻ പുളിപ്പിക്കുന്നത് പോലെ ഒരല്പം പുളിപ്പ് ദൈവരാജ്യത്തെ സൂചിപ്പിക്കുന്നതാണ്. പുളിപ്പ് ദൈവരാജ്യത്തെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ടാണ് പുളിപ്പുള്ള അപ്പം എടുത്ത് കർത്താവ് പെസഹായിൽ കുർബാന അർപ്പിക്കുന്നത് നാം കാണുന്നത്. ലഹമോ എന്നാണ് അവിടെ പറയുന്നത്. പുളിപ്പുള്ള അപ്പം എടുത്ത്. ഫത്തീറ എന്ന് പറയുന്നത് പുളിപ്പില്ലാത്ത അപ്പമാണ്. ഇത് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളിന് ശേഷം, അത്താഴത്തിന് ശേഷം കർത്താവ് ലഹമോ പുളിപ്പുള്ള അപ്പമാണ് എടുത്തതെന്ന് വിശുദ്ധ ബൈബിളിൽ, സുറിയാനി ബൈബിളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ പദം 2 ഒന്ന് ഫത്തീറ, ഒന്ന് ലഹമോ. ഫത്തീറ പുളിപ്പില്ലാത്തത്, ലഹമോ പുളിപ്പുള്ളത്. കർത്താവ് കുർബാന അർപ്പിക്കുമ്പോൾ എടുത്തത് പുളിപ്പുള്ള അപ്പമാണെന്ന് അവിടെ പറയുന്നു, വ്യക്തമാക്കുന്നു. പൊതുവെ പറയുമ്പോൾ അപ്പം എന്ന് പറയുന്നെങ്കിലും കുർബാനയ്ക്കെടുത്ത് പുളിപ്പുള്ള അപ്പമാണ്. പുളിപ്പ് ദൈവരാജ്യത്തെ സൂചിപ്പിക്കുന്നു. ആ അല്പം പുളിപ്പ് അപ്പത്തെ മുഴുവൻ പുളിപ്പിച്ച് ദൈവരാജ്യത്തിന്റെ വലിയ പുതിയ ജീവൻ നമുക്ക് തരുന്ന അപ്പമായി അത് മാറുകയാണ് ചെയ്യുന്നത്. കർത്താവ് എന്നിട്ട് പറയുകയാണ്, ഇടുങ്ങിയ വാതിലിലൂടെ അകത്ത് കടക്കുവാൻ ശ്രമിക്കുകയും. പലരും കടക്കുവാൻ ശ്രമിക്കും, എന്നാൽ കടക്കുവാൻ സാധിക്കുകയില്ല, പ്രവേശിക്കാൻ സാധിക്കുകയില്ല. ഇവിടെ ദൈവരാജ്യത്തിന് വേണ്ടി സ്വന്തം ജീവിതം സമർപ്പിക്കേണ്ടവരാണ് ക്രിസ്ത്യാനി. അത് ഇടുങ്ങിയ വാതിലാണ് ദൈവരാജ്യം. അതായത് നമ്മുടെ ജീവിതത്തിൽ നന്മ ചെയ്യുകയും അല്ലെങ്കിൽ ജനസമൂഹത്തിന് ഹിതകരമായ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ, ദൈവരാജ്യ മഹത്വത്തിനായി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴെല്ലാം ഇടുങ്ങിയ അനുഭവങ്ങൾ ഉണ്ടാകും. എന്നാൽ ആ ഇടുങ്ങിയ അനുഭവങ്ങളിലൂടെയാണ് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കേണ്ടതെന്ന് കർത്താവ് പറയുകയാണ്. എന്നാൽ പലപ്പോഴും സമൂഹത്തിന്, പൊതുജനത്തിന്റെ മധ്യത്തിൽ, ഉത്സവങ്ങളുടെ മധ്യത്തിൽ, പെരുന്നാളുകളുടെ മധ്യത്തിൽ ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവരാജ്യത്തിൽ പോകുക പ്രയാസമാണെന്നാണ് അവിടെ കാണുന്നത്. ഇടുങ്ങിയ വാതിലിലൂടെ അകത്ത് പ്രവേശിക്കുന്നതാണ് കർത്താവ് പറയുന്നത്. അത് പലരും വരും, മുട്ടും, പക്ഷേ ഉടമസ്ഥൻ പറയും, നിങ്ങളെ ഞാൻ ഒരു നാളും അറിയുകയില്ല എന്ന്. അവിടെ പറയുന്നുണ്ട്, കർത്താവേ, ഞങ്ങൾ നിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ലേ, നിന്റെ വചനങ്ങൾ ഞങ്ങൾ കേട്ടിട്ടില്ലേ എന്നൊക്കെ നിങ്ങൾ പലരും പറഞ്ഞു തുടങ്ങും. പക്ഷേ ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്ന് അന്ന് വീട്ടുടമസ്ഥൻ പറയുമെന്നാണ് കർത്താവ് പറയുന്നത്. അതിനർത്ഥം അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നെ വിട്ടുപോകുമെന്നാണ്. നീതിയായ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ദൈവത്തിന്റെ വചനം പാലിക്കുക, ദൈവത്തെ സ്നേഹിക്കുകയും ദൈവരാജ്യത്തിന് വേണ്ടി ജീവിക്കുകയും ചെയ്യുമ്പോൾ നീതിയുടെയും സത്യത്തിന്റെയും സമാധാനത്തിന്റെയും മാർഗം നാം കൈക്കൊള്ളുവാൻ തയ്യാറാകണം. അത് അല്പം ഇടുങ്ങിയതാണ്. പലപ്പോഴും പൊതുജനം അതിന്റെ അതേ രീതിയിൽ നമുക്ക് പോകാനായിട്ട് സാധിക്കുകയില്ല. അല്ലെങ്കിൽ എല്ലാവരും പോകുന്നത് പോലെ പോകുവാൻ സാധിക്കില്ല. ഒരു വേർതിരിക്കപ്പെട്ട ഒരു അനുഭവമാണ് ക്രിസ്ത്യാനിക്ക് ഉണ്ടായിരിക്കേണ്ടത്. ഇത് കർത്താവ് അവസാനം പറയുകയാണ്, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും വടക്ക് നിന്നും അനേകർ ദൈവരാജ്യത്തിൽ പന്തിയിരിക്കും. രാജ്യത്തിന്റെ പുത്രന്മാരോ ബഹിഷ്കരിക്കപ്പെടും. മുമ്പന്മാരായി തീരുന്ന പിമ്പന്മാരും പിമ്പന്മാരായി തീരുന്ന മുമ്പന്മാരും ഉണ്ട്.
നമുക്ക് ദൈവത്തിൻ്റെ രാജ്യത്തിൽ മുമ്പന്മാരായി തീരാൻ. ഇവിടെ പിമ്പന്മാരായിക്കൊള്ളട്ടെ, ദൈവരാജ്യത്തിൽ നമ്മൾ മുമ്പന്മാരായി. ഇവിടെ പരിത്യജിക്കപ്പെട്ടുകൊള്ളട്ടെ, ദൈവരാജ്യത്തിൽ സ്വീകൃതനാകുവാൻ നമുക്ക് സാധിക്കും. ഇവിടെ ഇടുങ്ങി നിന്നുകൊള്ളട്ടെ, ദൈവരാജ്യത്തിൽ നമുക്ക് വ്യാപകമായി സഞ്ചരിക്കുവാനായിട്ട് സാധിക്കും. ദൈവമായ കർത്താവേ, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും വടക്ക് നിന്നും അനേകർ നിന്റെ രാജ്യത്തിൽ പറ്റിയിരിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഞങ്ങളെയും ചേർക്കണം. ഞങ്ങളെന്നാളും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ.